മോൻസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ KPCC അധ്യക്ഷൻ കെ സുധാകരനെ പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് ഇന്ന് കുറ്റപത്രം സമർപ്പിച്ചതാണ് ഈ വാർത്താ ദിനത്തിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കി ആദ്യ കുറ്റപത്രമാണ് എറണാകുളം ACJM കോടതിയിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചത്. വഞ്ചന, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് സുധാകരനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതേസമയം ജനകീയ വിഷയങ്ങളിലെ പ്രതിഷേധം മറയ്ക്കാനാണ് നേതാക്കൾക്കെതിരെ പോലീസ് നടപടിയെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ പ്രതിപക്ഷ ഗോൾ പോസ്റ്റിലേക്ക് ഉശിരനൊരു ഗോൾ അടിച്ചു ഭരണകക്ഷി. മോൻസൺ മാവുങ്കൽ തട്ടിപ്പ് കേസിന്റെ രൂപത്തിലാണത്. പെട്ടതാകട്ടെ സാക്ഷാൽ KPCC പ്രസിഡന്റും. മോൻസൺ വ്യാജ ഡോക്ടറാണെന്നറിഞ്ഞിട്ടും മറച്ചുവെച്ചുവെന്നും തട്ടിപ്പിനു വേണ്ടി സുധാകരൻ ഗൂഢാലോചന നടത്തിയെന്നും ക്രൈംബ്രാഞ്ച് DYSP R റസ്തം സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. വഞ്ചന, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കുറ്റപത്രം. 25 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിൽ കെ സുധാകരൻ 10 ലക്ഷം കൈപ്പറ്റിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 420, 406, 120B വകുപ്പുകൾ ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. കഴിഞ്ഞ ജൂണിൽ ക്രൈംബ്രാഞ്ച് കെ സുധാകരനെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടിരുന്നു. കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെ തുടർന്നായിരുന്നു ക്രൈംബ്രാഞ്ച് നടപടി. അതേസമയം ജനകീയ വിഷയങ്ങളിലെ പ്രതിഷേധം മറയ്ക്കാനാണ് നേതാക്കൾക്കെതിരായ പോലീസ് നടപടിയെന്ന് കെ സുധാകരനും സർക്കാർ പ്രതിപക്ഷത്തെ വേട്ടയാടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും തിരിച്ചടിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പ്രതിയാക്കാണ് ഞങ്ങൾ കോടതി കണ്ടോളാം, നിയമപരമായി നേരിട്ടോളാം. അദ്ദേഹത്തിന് അതൊരു പങ്കുമില്ലെന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഗൂഢാലോചന, അദ്ദേഹത്തെ പ്രതിയാക്കിയിലാണ് ഗൂഢാലോചനയുള്ളത്. കേസിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രതി ചേർക്കണമെന്ന പിന്നാമ്പുറത്ത് നിന്നും ഒരു അശരീരിയുണ്ട്. പരാതിക്കാരനായ ഷമീറിൻ്റെതാണ് ആവശ്യം. എത്ര നടക്കാത്ത മനോഹരമായ സ്വപ്നം. കെ സുധാകരനെ പ്രതി ചേർത്ത് സ്വാഗതം ചെയ്യുന്നു. എന്നാൽ പോലും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരെ, പ്രത്യേകിച്ച് അന്ന് അവിടെ വന്ന DGP അവിടെ വന്നിട്ടുണ്ട്, ADGP മനോജ് എബ്രഹാം വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ സ്റ്റേറ്റ് പോലീസ് ചീഫ് ഒപ്പിട്ടിട്ടുള്ള വ്യാജരേഖകൾ ഉണ്ടായിരുന്നു. ഇതിനു പിന്നിലൊക്കെ ഇപ്പോഴും പോലീസിലെ ഉന്നതരായ ആളുകൾ ഉൾപ്പെട്ട കേസാണ്. പക്ഷെ അവരൊന്നും പ്രതി ചേർക്കാൻ തയ്യാറായിട്ടില്ല. ആകെ 3 കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുന്ന കേസിൽ ഇനിയുള്ളതിലെങ്കിലും പ്രബലർ ഉൾപ്പെടുമോ എന്നതാണ് ചോദ്യം. IG ഗോകുലോത്ത് ലക്ഷ്മണിൽ തുടങ്ങി മുൻ DGP വരെ ആരോപണശരമേൽക്കാത്തവരില്ല കുരുക്കളിൽ. തെരഞ്ഞെടുപ്പ് അംഗം കഴിയും വരെ ഇനി എന്തൊക്കെ കണ്ടാലാണ് ഒക്കുക? അടി, തിരിച്ചടി, പൂഴിക്കടകനടി, അങ്ങനെ രംഗം കൊഴുക്കുകയാണ്. ആരൊക്കെ തലയേറ്റ് വീഴുമെന്ന് കാത്തിരുന്ന് കാണുക തന്നെ. S ശ്രീകാന്ത്, 24 കൊച്ചി. മോൻസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ KPCC അധ്യക്ഷൻ കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കിയത് ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആരോപിക്കുന്നത്. ജനകീയ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഇതൊക്കെ ചെയ്യുന്നതെന്നാണ് പ്രതിപക്ഷം കുറ്റപ്പെടുന്നത്. പ്രതിപക്ഷ ആരോപണത്തോട് പ്രേക്ഷകർ യോജിക്കുന്നുണ്ടോ? പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് കാതോർക്കാം. 100% തെറ്റായ ഒരു ആരോപണം. വസ്തുത സത്യം അതിനടുത്തില്ല. അയാൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇതിനപ്പുറത്തേക്ക് പോയി ഒരു വിശദീകരണത്തിന് ആവശ്യമുണ്ടോ? അയാൾ പുരാവസ്തു സംഘടിക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ടാവും, അയാൾക്കാരോ കൊണ്ട് കൊടുക്കുന്നുണ്ടാവും. ഏതായാലും സുധാകരൻ ആ പരിപാടി ഇല്ലാന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാ അവിടെ പോയി എന്നുള്ളതാണ്. അയാൾ പറഞ്ഞു കഴിഞ്ഞു ഞാൻ എന്തിനാ അവിടെ പോയെന്നുള്ളൂ. അയാൾ ചെയ്തൊക്കെ തെറ്റാണല്ലോ സുധാകരൻ ചെയ്ത്. അങ്ങനെ പോകാൻ പാടുണ്ടോ? അയാൾക്ക് ഈ ശരി ഞാൻ നിങ്ങളെച്ചാൽ തീർന്ന ഒരാൾ ഇന്ന സ്ഥലത്ത് പോകാൻ പാടുണ്ടോ? ഇയാൾ തട്ടിപ്പാരനാണ്, കൊലക്കേസ് പ്രതിയാണ്. ഇയാൾ പറയുന്നില്ല ഞാൻ പോയിക്കണ്, എൻ്റെ സ്നേഹിതനാണ്, ഞാൻ ഇടപാട് നടത്തിയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അയാൾ പ്രതിൻ്റെ അയാൾ ആദ്യം പറയാൻ പോയില്ല, പിന്നെ ഞാൻ പോയിക്കുന്നതായിരുന്നു. കണ്ണിൻ്റെ സൂക്കം മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ പോകേണ്ട അവസ്ഥയുണ്ടോ? എത്ര ഹോസ്പിറ്റലുണ്ടോ അവിടെ കണ്ണിൻ്റെ സൂക്കം മാറ്റാൻ വേണ്ടിയിട്ട്? സുധാകരന് പോയത് ശരിയാണല്ലോ. സുധാകരൻ അവിടെ പോയിക്ക് ചികിത്സക്ക് പോയിക്കുന്നാ പറഞ്ഞ ആദ്യം. ഞാനവിടെ പോക്കുണ്ട്. 10 ലക്ഷം വരെ കൈപ്പറ്റിക്കുന്നു അവിടുന്ന്. സുധാകരന് പ്രതിയുമാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. കേസ് അത് നേരത്തെ വിവാദം ഉണ്ടായി അങ്ങനെ വന്ന ഒരു കേസല്ലേ. അപ്പോൾ അത് സർക്കാരിൻ്റെ ഇതിൽ കേസെടുത്തല്ലേ ഒക്കുള്ളൂ. നേരത്തെ ഉള്ളതാണ്. എങ്ങനെ ഇപ്പം പുതിയതായിട്ട് കൊണ്ടുവന്നെങ്കിൽ അങ്ങനെ ഇലക്ഷൻ്റെ മുന്നോടിയായിട്ടാണെന്ന് പറയാം. ഇലക്ഷൻ സമയത്തുള്ള സാധാരണ ഗതിയിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് പോലെ
ഇതും ആ രീതിയിലേ കാണാൻ പറ്റും. അല്ല, ആ കേസ് നിലനിൽക്കുന്ന കേസാണല്ലോ. അപ്പം ആ കേസിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു ധാരണ ഇല്ലാതെ ഗവൺമെൻറ് പറയത്തില്ലല്ലോ. അങ്ങനെ ആയിരിക്കും, അതാണ് തന്നെ സാധ്യത. അന്വേഷണം പൂർത്തിയായപ്പോൾ ആയിരിക്കും കേസ് നടപടിയിലേക്ക് പോയത്. അതിൽ അന്വേഷണത്തിൽ പ്രതി ആരാണോ, അപ്പോൾ സുധാകരനാണെങ്കിൽ സുധാകരണം, വേറെ ആണെങ്കിൽ അതിൽ രാഷ്ട്രീയമായിട്ടില്ലല്ലോ. രാഷ്ട്രീയമായിട്ട് കാണേണ്ട കാര്യമല്ല. ഇലക്ഷൻ മുന്നിൽ കണ്ടായിട്ട് തോന്നുന്നില്ല. ഇത് സ്വാഭാവികമായിട്ട് ഓരോ കേസ് വരുന്നതും അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ നടപടികളുണ്ടാകുന്നു സർവ്വസാധ്യതമാണ്. ഇലക്ഷൻ്റെ മുന്നിൽ കണ്ടു തുടങ്ങി മറ്റുള്ള പാർട്ടിക്കാർക്ക് പറഞ്ഞുണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പുള്ളി പ്രതിയാണെങ്കിൽ പ്രതി ചേർക്കുകയും അതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യും. ഇത് തന്നെയാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. അതിൽ ഇലക്ഷനെ മുന്നിൽ കണ്ട് മറ്റുള്ളവർ അതിനെ വ്യാഖ്യാനിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാൻ തോന്നുന്നു.